ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ പല പേരുകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരാം. എന്നാൽ ഒരു വ്യക്തി തന്റെ വാക്ചാതുര്യം കൊണ്ടും അമിതമായ ലാഭം വാഗ്ദാനം ചെയ്തും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക വ്യവസ്ഥയെപ്പോലും വർഷങ്ങളോളം കബളിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. ഇത് ബെർണി മാഡോഫ് എന്ന മനുഷ്യന്റെ കഥയാണ്. വാൾസ്ട്രീറ്റിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായിരുന്ന അദ്ദേഹം ഏകദേശം $64.8 ബില്യൺ തട്ടിപ്പാണ് നടത്തിയത്. പതിനായിരക്കണക്കിന് നിക്ഷേപകരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോൻസി സ്കീം എങ്ങനെയാണ് ഇത്രയും കാലം പിടിക്കപ്പെടാതെ പോയതെന്ന് നമുക്ക് പരിശോധിക്കാം. 1960കളിലാണ് ബെർണി മാഡോഫ് തന്റെ ഇൻവെസ്റ്റ്മെന്റ് കരിയർ ആരംഭിക്കുന്നത്. തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ അദ്ദേഹം പിന്നീട് വാൾസ്ട്രീറ്റിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റി സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ ഉടമയായി മാറി. സാങ്കേതികവിദ്യ ഓഹരി വിപണിയിൽ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാസ്ഡാക്ക് രൂപീകരിക്കുന്നതിലും അതിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അതുകൊണ്ടുതന്നെ സാമ്പത്തിക ലോകത്ത് മാഡോഫ് എന്നത് വിശ്വാസത്തിന്റെ മറ്റൊരു പേരായിരുന്നു. വൻകിട ബാങ്കുകൾ, ചാരിറ്റി സ്ഥാപനങ്ങൾ, ഹോളിവുഡ് താരങ്ങൾ, സാധാരണക്കാരായ വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പണം മാഡോഫിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. മാഡോഫ് തന്റെ നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് അവിശ്വസനീയമാംവിധം ഉയർന്ന ലാഭമായിരുന്നില്ല, പകരം സ്ഥിരമായ ലാഭമായിരുന്നു. വിപണി തകർച്ച നേരിടുമ്പോഴും മാഡോഫിന്റെ നിക്ഷേപങ്ങൾ മാത്രം 10 മുതൽ 12% വരെ ലാഭം നൽകിക്കൊണ്ടിരുന്നു. ഇത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചവരോട് സ്പ്ലിറ്റ് സ്ട്രൈക്ക് കൺവേർഷൻ എന്ന സങ്കീർണമായ ഒരു സാമ്പത്തിക തന്ത്രമാണ് താൻ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി നൽകി. എന്നാൽ യഥാർത്ഥത്തിൽ മാഡോഫ് $1 പോലും ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിരുന്നില്ല എന്നതാണ് സത്യം. പുതിയതായി വരുന്ന നിക്ഷേപകരിൽ നിന്ന് വാങ്ങുന്ന പണം ഉപയോഗിച്ച് പഴയ നിക്ഷേപകർക്ക് ലാഭം നൽകുകയായിരുന്നു അയാൾ ചെയ്തത്. ഇതായിരുന്നു ആ ഭീമൻ പോൺസി സ്കീമിന്റെ അടിസ്ഥാനം. വർഷങ്ങളോളം ഈ തട്ടിപ്പ് സുഗമമായി മുന്നോട്ടുപോയി. ഇതിനിടയിൽ പലതവണ അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ മാഡോഫിന്റെ സ്ഥാപനത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ഹാരി മാർക്കോപോളോസ് എന്ന സാമ്പത്തിക വിദഗ്ധൻ മാഡോഫിന്റെ ലാഭക്കണക്കുകൾ ഗണിതശാസ്ത്രപരമായി അസാധ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി റെഗുലേറ്റർമാർക്ക് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ മാഡോഫിന്റെ സ്വാധീനവും ആത്മവിശ്വാസവും കാരണം ഈ മുന്നറിയിപ്പുകളെല്ലാം അധികൃതർ അവഗണിച്ചു. മാഡോഫ് തന്റെ ഓഫീസിന്റെ 17ാം നിലയിൽ അതീവ രഹസ്യമായി ഒരു ചെറിയ സംഘത്തെ ഉപയോഗിച്ചാണ് വ്യാജമായ ട്രേഡിംഗ് റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും നിർമ്മിച്ചിരുന്നത്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിന് പകരം പഴയ രീതിയിലുള്ള രേഖകളാണ് അയാൾ ഇതിനായി ഉപയോഗിച്ചത്. എന്നാൽ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി മാഡോഫിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി. വിപണി തകർന്നതോടെ പരിഭ്രാന്തരായ നിക്ഷേപകർ തങ്ങളുടെ പണം തിരികെ ആവശ്യപ്പെട്ടു. ഏകദേശം $7 ബില്യൺ തുക ഒരൊറ്റയടിക്ക് നൽകേണ്ടി വന്നപ്പോൾ മാഡോഫിന്റെ പക്കൽ പണമില്ലാതെയായി. പുതിയ നിക്ഷേപങ്ങൾ വരാത്തതുകൊണ്ട് പഴയവർക്ക് പണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒടുവിൽ 2008 ഡിസംബറിൽ മാഡോഫ് തന്റെ മക്കളോട് ആ രഹസ്യം വെളിപ്പെടുത്തി. ഇതെല്ലാം ഒരു വലിയ നുണയായിരുന്നു. ഇറ്റ്സ് ഓൾ വൺ ബിഗ് ലൈ. മക്കൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചതോടെ ഡിസംബർ 11 FBI മാഡോഫിനെ അറസ്റ്റ് ചെയ്തു. ഈ തട്ടിപ്പിന്റെ ആഘാതം ഭീകരമായിരുന്നു. പല ചാരിറ്റി സ്ഥാപനങ്ങളും പണമില്ലാതെ പ്രവർത്തനം നിർത്തി. ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ പെൻഷൻ തുകയും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും നഷ്ടമായി. ചിലർ ഈ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തു. മാഡോഫിന്റെ ഒരു മകൻ പിന്നീട് ജീവനൊടുക്കി. കോടതി മാഡോഫിന് 150 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. 2021 82ാം വയസ്സിൽ ജയിലിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഏകദേശം $19 ബില്യൺ തുക പിന്നീട് വിവിധ നിയമ നടപടികളിലൂടെ നിക്ഷേപകർക്ക് തിരികെ ലഭിച്ചെങ്കിലും തകർന്നുപോയ ജീവിതങ്ങൾ പുനഃസ്ഥാപിക്കാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. ബെർണി മാഡോഫിന്റെ കഥ സാമ്പത്തിക ലോകത്തിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നവരോടും വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ബാധിക്കാത്ത ലാഭം വാഗ്ദാനം ചെയ്യുന്നവരോടും ജാഗ്രത പാലിക്കണം എന്നതാണ് അത്. എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളായാലും
സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ പരിശോധനകൾ അനിവാര്യമാണ്. വിശ്വാസം എന്നത് ഒരു സാമ്പത്തിക നയമാകാൻ പാടില്ല. മനുഷ്യന്റെ അത്യാഗ്രഹവും സിസ്റ്റത്തിലെ വിള്ളലുകളും ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാഡോഫ് സ്കീം ചരിത്രത്തിൽ അവശേഷിക്കുന്നു.